Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. Kerala Universityയുടെ 4th semester BCom syllabusile include ചെയ്യപ്പെട്ടുള്ള പേപ്പറായ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ ഞാൻ ഡീൽ ചെയ്യുന്നത്. ഈ പേപ്പറിൽ ടോട്ടൽ 5 modules ആണുള്ളത്. First module is about central tendency and dispersion. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ 10th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു വന്നിട്ടുള്ള മീൻ, മീഡിയൻ, മോഡ് തുടങ്ങിയ സെൻട്രൽ ടെൻഡൻസിയുടെ മെഷേഴ്സും കൂടാതെ കുറച്ച് ഡിസ്പേർഷൻ മെഷേഴ്സുമാണ്. അതിനകത്ത് കുറച്ച് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷനാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് കോ റിലേഷൻ. പേര് കണക്ക് തന്നെ കോ റിലേഷൻ, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എപ്രകാരമായിരിക്കും എന്നതിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്, ഒരു മൊഡ്യൂളാണ് ഇത് കോ റിലേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ. ആൻഡ് തേർഡ് മൊഡ്യൂൾ ഈസ് അബൌട്ട് റിഗ്രഷൻ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെ എപ്രകാരം മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ടൈം സീരീസ്. സമയത്തിനനുസരിച്ച് എപ്രകാരം ഒരു വേരിയബിളിൻ്റെ മാറ്റം ഉണ്ടാകും, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടൈം സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം, സമയം എന്ന ഫാക്ടറിനെ ഒരു വേരിയബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിൾ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസോ അല്ലെങ്കിൽ സപ്ലൈയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിളിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ടൈമിനനുസരിച്ച് മറ്റൊരു വേരിയബിളിൻ്റെ വേരിയേഷൻ എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ റെപ്രസെൻ്റ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് ഇത് മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഫോർത്ത് മൊഡ്യൂളിന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂൾ ഇസ് അബൌട്ട് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഫിഫ്ത്ത് മൊഡ്യൂളായിട്ട്, ലാസ്റ്റ് മൊഡ്യൂളായിട്ട് സിലബസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ നമുക്ക് ഫോർത്ത് സെമിസ്റ്ററിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൽ 5 modules ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്, ആ ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ആ ടേമിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേമിൻ്റെ ബേസിക് ഡെഫിനിഷൻ ആൻഡ് മീനിങ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ 2 സെൻസിലും സാധാരണ യൂസ് ചെയ്യാറുണ്ട്. ബോത്ത് ഇൻ പ്ലൂറൽ സെൻസ് ആസ് വെൽ ആസ് ഇൻ സിംഗുലർ സെൻസ്. സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും നമ്മൾ എന്തിനെ യൂസ് ചെയ്യാറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. In plural sense, the word statistics means data. Plural sense-ൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അർത്ഥമാക്കുന്നത് ഡേറ്റ, ഒരു എന്താണ് നമ്മൾ കളക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനെ നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലാക്കി മാറ്റിയെടുക്കുമ്പോൾ എന്തായിട്ട് മാറുന്നത്, ആ ഡേറ്റ ഒരു ഇൻഫർമേഷനായിട്ട് മാറുന്നത്. ജസ്റ്റ് റഫ് ഹാൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, ഫ്രീ ഹാൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അറിവ്, അതിനെന്ന് വിളിക്കുന്നത് ഡേറ്റ എന്ന് വിളിക്കുന്നത്. സോ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് മിയർലി ഡേറ്റ. ആൻഡ് ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഡേറ്റ. അതായത് ഒരു ഡേറ്റയെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ കയ്യിൽ കിട്ടിയൊരു ഡേറ്റയെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സിനെയാണ് നമ്മൾ ഇൻ സിംഗുലർ സെൻസ് വാട്ട് വി കോൾഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ടേം നമ്മൾ സാധാരണ പ്ലൂറൽ സെൻസിലും സിംഗുലർ സെൻസിലും യൂസ് ചെയ്യാറുണ്ട്. പ്ലൂറൽ സെൻസ് ഇറ്റ് ഈസ് കോൾഡ് വാട്ട് മീൻസ് ഡേറ്റ, whereas in singular sense the word statistic means techniques as well as methods for the interpretation and analysis of a data. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേമിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. Statistics means a group of related numerical data and the techniques and methods used in the collection, classification, presentation, analysis and interpretation of data for making appropriate and timely decisions. ഒന്നും കൂടെ വായിക്കാം. Statistics means a group of related numerical data and the techniques and methods used in the collection, classification, presentation, analysis and interpretation of data for making appropriate and timely decisions. അപ്പോൾ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ്
എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ന്യൂമറിക്കൽ ഡേറ്റ. ഒന്നെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ന്യൂമറിക്കൽ ഡേറ്റ എന്ന് വിളിക്കാം. അതായത് തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സിൻ്റെ ടേമിലുള്ള ഡേറ്റയായിട്ട് നമ്മളൊക്കെ എന്തിനെ കൺസിഡർ ചെയ്യാം, ഡിഫൈൻ ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്യാം. ഓൾസോ ഇറ്റ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് ദ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദ കളക്ഷൻ, classification, presentation, analysis and interpretation of data. അല്ലെങ്കിൽ statistics can be also defined as the techniques and methods. എന്തിനു വേണ്ടിയുള്ള ടെക്നിക്സ്? used in the collection, classification, presentation, analysis and interpretation of data. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് കളക്ട് ചെയ്ത റഫ് ഹാൻഡ് ആയിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുമെന്ന് പറയണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ ആവശ്യമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വേജസിനെ പറ്റി നമുക്ക് എന്ത് വേണം, ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തണം, ഒരു അനാലിസിസ് നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയി ആ ഫാക്ടറിയിലെ ആൾക്കാരുടെ വേജസിൻ്റെ റേഞ്ച് നമ്മൾ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു എക്സാമിന് ഉള്ള മാർക്കിനെ പറ്റി ഒരു അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് പേപ്പറിൻ്റെ മാർക്കുകൾ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ്സിൽ വന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ എന്തിനെ പറ്റിയാണോ എനിക്ക് ഡേറ്റ വേണ്ടത്, ആ ഡേറ്റയുടെ കളക്ഷൻ, കളക്ട് ചെയ്ത ഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫൈ ചെയ്ത ഡേറ്റയുടെ കറക്റ്റായിട്ടുള്ള പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ഈ 5 കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുക. 5 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണ് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടേമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ന്യൂമറിക്കൽ ഡേറ്റ and the techniques and methods used in the collection, classification, presentation, analysis and interpretation of data for making appropriate and timely decisions. എന്തിനു വേണ്ടിയിട്ട്, അപ്രോപ്രിയേറ്റ് ആൻഡ് ടൈംലി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റയെ നമുക്ക് എപ്രകാരം കളക്ട് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം, ആ പ്രസൻറ്റ് ചെയ്യപ്പെട്ട ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ നടത്താം. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സിനെയും കൂടാതെ ആ ന്യൂമറിക്കൽ ഡേറ്റയും നമുക്ക് ഒരുമിച്ച് എന്തെന്ന് വിളിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേമിൻ്റെ ഒരു ജനറൽ ഡെഫിനേഷനാണ്. ഇനി പറയാൻ പോകുന്നത് 2 മാത്തമാറ്റീഷ്യൻസ് ആയ ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൺ എന്ന് പറയുന്ന 2 മാത്തമാറ്റീഷ്യൻസ് ഒരുമിച്ച് ചേർന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എപ്രകാരമാണെന്ന് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. വളരെ സിമ്പിൾ ആയിട്ടൊരു ഡെഫിനേഷനാണിത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഒരു എസ്സേ എങ്ങനെ എഴുതാൻ വന്നത്, അല്ലെങ്കിൽ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ സാധാരണ അങ്ങനെ ചോദിച്ച് കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ടേമിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനുള്ള കൊച്ചു കൊച്ചു ഡെഫിനേഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൺ എന്ന് പറയുന്ന 2 മാത്തമാറ്റീഷ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ടേമിനെ എപ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഇറ്റ് ഈസ് ദ കളക്ഷൻ, presentation, analysis and interpretation of numerical data. ന്യൂമറിക്കൽ ഡേറ്റയുടെ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ as well as presentation, analysis and interpretation of numerical data. സോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ടേമിനെ പ്ലൂറൽ സെൻസിലും സിംഗുലർ സെൻസിലും എപ്രകാരം ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ടേമിൻ്റെ ജനറൽ ആയിട്ടൊരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ഡെഫിനേഷൻ ആസ് വെൽ ആസ് മീനിങ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്ലൂറൽ സെൻസിലെയും സിംഗുലർ സെൻസിലെയും മീനിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സ്റ്റാറ്റിസ്റ്റിക്സിനെ പ്ലൂറൽ സെൻസിൽ എപ്രകാരം എന്താണ് മീൻ ചെയ്യുന്നത്, സിംഗുലർ സെൻസിൽ എങ്ങനെയാണ് മീൻ ചെയ്യുന്നത്. And here this is the definition, general definition for the term statistics. ഇതെന്ന് പറയുന്നത് ക്രോക്സ്റ്റൺ ആൻഡ് കൗഡൺ എന്ന് പറയുന്ന 2 മാത്തമാറ്റീഷ്യൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.